പ്ലസ് സുഖല്ലേ? നമ്മൾ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ യൂസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് പഠിച്ചായിരുന്നു. അത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ അത് കാണുക, ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പക്ഷെ ഇന്ന് നമ്മൾ ഈ വീഡിയോയ്ക്ക് പഠിക്കാൻ പോകുന്നത് എന്താണ് എന്റെ പിള്ളച്ച? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹാസ്, ഹാവ്, ഹാഡ്. ഈ വെർബും ഓക്സിലറി വെർബുമായിട്ട് യൂസ് ചെയ്യുന്ന ഈ 3 വാക്കുകൾ ഹാസ്, ഹാവ്, ഹാഡ് എവിടെയൊക്കെയാണ് എന്റെ പിള്ളച്ച യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും. അപ്പൊ നമ്പൂരിച്ചാൽ ഒരു കാര്യം ഓർത്തോണം, എപ്പോഴും ബുക്കും ഒരു പേനയോ ഒരു പെൻസിലും എടുത്ത് വെച്ചേക്കണം. കാരണം നമുക്കിത് എഴുതിയെടുക്കാൻ പോകാം. എഴുതി തന്നെ പഠിക്കണം എന്റെ പിള്ളച്ച. സിമ്പിൾ അല്ലേ? നമ്മൾ ഒന്നാമതൊരു കയറാൻ പോവുകയാണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഹിയർ, ഷിയർ, ഇറ്റ് സിംഗുലർ നൗൺ. സിംഗുലർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരോ ഒരു കമ്പനിയുടെ പേരൊക്കെയാണ്. ഹിയർ, ഷിയർ, ഇറ്റ് സിംഗുലർ നൗൺ. ഈ 4 കേസുകളും എപ്പോഴും നമ്മൾ ഹാസ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അതേ സ്ഥാനത്ത് ഐ, വി, ദേ, യു പ്ലൂറൽ നൗൺ എപ്പോഴും നമ്മൾ ഹാവ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് ടെൻസ് പിന്നെ 2 ഹാഡ് തന്നെ എന്റെ വിളച്ച, അതുകൊണ്ട് അവർ കൺഫ്യൂഷൻ ഒന്നും നമുക്ക് വേണ്ട. ഹിയർ, ഷിയർ, ഇറ്റ് സിംഗുലർ നൗൺ ഹാസ്. ഐ, വി, ദേ, യു പ്ലൂറൽ നൗൺസ് ഹാവ്. നമ്മളിത് എപ്പോഴും ഓർക്കണം. അതേ കൂട്ട് തന്നെ സെന്റൻസിനകത്ത് ഡു, ഡസ്, ഡു നോട്ട്, ഡസ് നോട്ട്, ഡിഡ് നോട്ട്. ഏതൊക്കെയാണ്? ഡു, ഡസ്, ഡു നോട്ട്, ഡിഡ് നോട്ട്, ഡസ് നോട്ട്. ഈ 5 വാക്കുകൾ വന്നാലും എപ്പോഴും നമ്മൾ ഹാവ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അവിടെ ഹാസ് യൂസ് ചെയ്യത്തില്ല, ഹാവ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. അതെന്താണ് ഞാൻ അങ്ങനെ പറയുന്നത്? നമ്മൾ സെന്റൻസിലോട്ട് ഇറങ്ങി വരുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും ഏത്. അപ്പൊ നമുക്ക് ഓരോരോ യൂസ് ആയിട്ട് നമുക്ക് പഠിക്കാം. നിങ്ങൾ ഡിക്ഷണറിയിലോട്ട് കയറി നോക്കാൻ തുടങ്ങി എന്റെ പിള്ളേച്ച വട്ട് പിടിക്കും. കാരണം കണ്ടമാനം യൂസേജ് കിടക്കുന്നത്. നമുക്ക് എല്ലാ യൂസ് ഒന്നും വേണ്ട. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടിയ ഒരു 7-8 യൂസേജ് ഇന്ന് നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ എല്ലാ സംശയത്തിനുള്ള ഉത്തരം ഈ വീഡിയോയ്ക്കകത്തുണ്ട്. കണ്ടോ? അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇനി അങ്ങോട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ യൂസ് ഹാസും ഹാവും നമ്മൾ ഒന്നാമതായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഒരു ബന്ധം കാണിക്കാൻ, അതിപ്പോ ഒരു അവിഹിത ബന്ധമാണെങ്കിലും അത് കാണിക്കാൻ നമ്മൾ എപ്പോഴും ഹാസും ഹാവുമാണ് യൂസ് ചെയ്യുന്നത്. ബന്ധം. ഇപ്പൊ പിള്ളച്ചന് ഒരു ഭാര്യയും 2 കുട്ടികളുമുണ്ട്. പിള്ളച്ചൻ ഹാസ് എ വൈഫ് ആൻഡ് 2 kids. കണ്ടോ? ഹാസ് എന്തുകൊണ്ടാണ്? പിള്ളച്ചൻ സിംഗുലർ നൗൺ ആയതുകൊണ്ട് പിള്ളച്ചൻ ഹാസ് എ വൈഫ് ആൻഡ് 2 kids. ഇനി ഞാൻ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുമെന്ന് വെച്ചു. പിള്ളച്ചൻ ഹാഡ് എ വൈഫ് ആൻഡ് 2 kids എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? പിള്ളച്ചൻ ഹാഡ് എ വൈഫ് ആൻഡ് 2 kids. പിള്ളച്ചന്റെ വൈഫും 2 കുട്ടികളും മരിച്ചു പോയതാണ് എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. കണ്ടു മരിച്ചു പോയതാണെന്നൊരു മീനിങ് അവിടെ വരും. പക്ഷെ പിള്ളച്ചൻ ഹാഡ് എ വൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിള്ളച്ചൻ ഒരു വൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ വൈഫ് ഒന്നി ഡിവോഴ്സ് ആയി പോയി കാണും, അല്ലെങ്കിൽ മരിച്ചു പോയി കാണും. അപ്പൊ അങ്ങനെ 2 മീനിങ് ആണ് അവിടെ വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ നമ്മൾ പാസ്റ്റിലോട്ട് മാറ്റുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. എങ്ങനെ ബന്ധത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അടുത്ത സെൻസ് നോക്കാം. They have 5 cousins. കണ്ടോ? അവർക്ക് 5 cousins ഉണ്ട്. They have 5 cousins. They പ്ലൂറലാണ്, നമ്മൾ have ഇട്ടു. They have 5 cousins. അപ്പൊ ഇങ്ങനെ നമ്മൾ ബന്ധം കാണിക്കാനായിട്ട് എപ്പോഴും ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സംശയം മാറി. ഇനി നമുക്ക് അടുത്ത യൂസേജിലോട്ട് പോകാം. അടുത്ത യൂസേജാണ് ഉടമസ്ഥത കാണിക്കാൻ. എന്ന് പറഞ്ഞാൽ എന്റെ ഉടമസ്ഥത, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉടമസ്ഥത കാണിക്കാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്, ആ ഓണർഷിപ്പ് കാണിക്കാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഹാസും ഹാവും തന്നെയാണ്. ഇപ്പൊ സരസു ഹാസ് എ കാർ. സരസുവിന് ഒരു കാർ ഉണ്ട്. ഏത്? സരസു ഹാസ് എ കാർ. അവർക്കൊരു കാർ ഇല്ല. They don't have a car. കണ്ടോ? They don't have a car. അപ്പോൾ അവർക്കൊരു കാർ ഇല്ല. They don't have a car. ഇനി അടുത്ത ആൻസർ. രുക്മിണി doesn't have a car. രുക്മിണി doesn't have a car. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, do, does, do not, does not, did not. ഇതിന്റെ എല്ലാം കൂടെ എപ്പോഴും എന്തേ വരത്തുള്ളൂ? ഹാവ് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ സെന്റൻസിൽ രുക്മിണി ഡസൻറ്റ് ഹാസ് എ കാർ എന്ന് വരാത്തത്. അതുകൊണ്ടാണ് കാരണം അത് തെറ്റാണ് വിളിച്ച. രുക്മിണി ഡസൻറ്റ് ഹാവ് എ കാർ എന്ന് പറയാം. രുക്മിണി ഡസ് നോട്ട് ഹാവ് എ കാർ. രുക്മിണിക്ക് ഒരു കാർ ഇല്ല. കണ്ടോ? അപ്പൊ അവിടെ മൊത്തത്തെ കാര്യം പറഞ്ഞ എങ്ങനെ മനസ്സിലായില്ലേ? ഇനി നമ്മൾ അടുത്ത അനുസരിച്ചാണ്. അടുത്തതാണ് ഫീച്ചർ. എന്തെങ്കിലും ഒരു വ്യക്തിയുടേതോ ഒരു വാഹനത്തിന്റെ എന്തെങ്കിലും ഒരു വസ്തുവിന്റേതോ ഒരു പ്രത്യേകത പറയാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഹാസും ഹാവും തന്നെയാണ് എന്നെ വിളിച്ച. സരസു ഹാസ് എ ലവ്ലി വോയിസ്. സരസു ഹാസ് എ ലവ്ലി വോയിസ്. ആ കേൾക്കാൻ നല്ല 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 അടിപൊളി ശബ്ദമൊന്നുമല്ലേ? ആ ശബ്ദം ഒരു പ്രത്യേകത അല്ലേ സരസുവിന്റെ? അപ്പൊ പ്രത്യേക ഫീച്ചർ സരസുവിനെ കാണിക്കാനായിട്ടാണ് നമ്മൾ അവിടെ ഹാസ് യൂസ് ചെയ്തത്. സരസു ഹാസ് എ ലവ്ലി വോയിസ്. ഈ പിള്ളച്ചന്റെ കാറിന് 4 എയർ ബാഗ് ഉണ്ട്. പിള്ളച്ചൻസ് കാർ ഹാസ് 4 എയർ ബാഗ്സ്. കണ്ടോ? പിള്ളച്ചൻസ് കാർ ഹാസ് 4 എയർ ബാഗ്സ്. അതേസമയം പിള്ളച്ചന്റെ കാറിന് എയർ ബാഗ് ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇല്ല. അപ്പൊ നമ്മൾ പാസൻസിലോട്ട് മാറ്റും. പിള്ളച്ചൻസ് കാർ ഹാഡ് 4 എയർ ബാഗ്സ്. പിള്ളച്ചൻസ്
car had 4 airbags. പിള്ളച്ചന്റെ കാറിന് 4 എയർബാഗ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറ്റി? ഇപ്പൊ ആക്സിഡന്റ് പറ്റിയപ്പോൾ അതെല്ലാം പോയി കാണുമായിരിക്കും. ഏത് നമുക്കത് അറിയത്തില്ല. ഇനി അടുത്ത സെൻസ് അവരുടേത് വളരെ മനോഹരമായ കണ്ണുകളാണ്, അല്ല അവർക്ക് എന്താ വളരെ മനോഹരമായ കണ്ണുകൾ ഉണ്ട് എന്തെങ്കിലും പറയും. സിമ്പിൾ അല്ലേ? They have beautiful eyes. They have beautiful eyes. കണ്ടോ, ആ ബ്യൂട്ടിഫുൾ ഐസ്, മനോഹരമായ കണ്ണുകൾ, അതൊരു പ്രത്യേകതയല്ലേ? അല്ലേ? അപ്പോൾ നമ്മൾ പറയുകയാണ് they have beautiful eyes. നമ്മൾ പാസ്റ്റ് ആണെങ്കിൽ they had beautiful eyes എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല കണ്ണുകൾ ഉണ്ടായിരുന്നു എന്നായി. ഇപ്പൊ ആ കണ്ണു ചിലപ്പോൾ ചീങ്കണ്ണായി കാണും. അല്ലോ എന്തായാലും അതൊക്കെയാണ് നമ്മുടെ യൂസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 യൂസ് പഠിച്ചില്ലേ? എന്തൊക്കെയാണ്? റിലേഷൻഷിപ്പ്, ഓണർഷിപ്പ്, പിന്നെ ഒരു പ്രത്യേക ഫീച്ചർ പറയാനായിട്ട്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാം. ഇനി 4-മത്തേതാണ് ഒരു അസുഖത്തെ പറ്റി പറയാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു മൃഗത്തിനോ എന്തെങ്കിലും ഒരു അസുഖത്തെ പറയാനായിട്ട് നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ അല്ലേ എന്റെ പിള്ളേച്ച? ഇതൊന്നും ഒരു കൺഫ്യൂഷൻ അടിക്കാൻ പാടില്ല. രുക്മിണിക്ക് വാദത്തിന്റെ അസുഖമുണ്ട് എന്നെങ്ങനെ പറയും? സിമ്പിൾ അല്ലേ? കേട്ടോ, രുക്മിണി ഹാസ് ആർത്രൈറ്റിസ്. രുക്മിണി ഹാസ് ആർത്രൈറ്റിസ്. രുക്മിണി ഹാസ് ആർത്രൈറ്റിസ്. രുക്മിണിക്ക് വാദത്തിന്റെ അസുഖമുണ്ട്. അവർക്കെല്ലാം ഡെങ്കിപ്പനിയുണ്ട്. They all have dengue fever. They all have dengue fever. They all have dengue fever. ത്രിവിക്രമന് കഴുത്തിന് വേദനയൊന്നുമില്ല, അവൻ കള്ളം പറയുകയാണ്. ത്രിവിക്രമന് കഴുത്തിന് വേദനയൊന്നുമില്ല, അവൻ കള്ളം പറയുകയാണ്. അപ്പൊ എങ്ങനെ പറയും? ത്രിവിക്രമൻ സിംഗുലറിനാണല്ലേ, അപ്പൊ അതിനൂടെ ഡെസ്സേ വരത്തുള്ളൂ. സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡെസ് മാത്രമേ വരത്തുള്ളൂ. പ്ലൂറൽ ആണെങ്കിൽ ഡോണ്ട് ആണ് വരുന്നത്. ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട്. സിംഗുലർ ആണെങ്കിൽ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസന്റ്. നമ്മൾ പറയണം ത്രിവിക്രമന്റെ കഴുത്തിന് വേദനയൊന്നുമില്ല, അവൻ കള്ളത്തിനാണ് പറയുന്നത്. ത്രിവിക്രമൻ does not have, കണ്ടോ, ഡസ് എന്താണ് വരുന്നത്? ഞാൻ പറയും have. ത്രിവിക്രമൻ does not have a neck pain. He is lying. കണ്ടോ, ത്രിവിക്രമൻ does not have a neck pain. He is lying. അവന് കഴുത്തിന് വേദനയൊന്നുമില്ല. ആർക്ക്? ത്രിവിക്രമന്. അവൻ ഉടായിപ്പ. ഏത് ഉടായ്പിന് ഇംഗ്ലീഷ് എന്താ? ഫ്രോഡ്. അവൻ ഉടായിപ്പ. ഹീസ് എ ഫ്രോഡ്. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മള് അസുഖത്തിന്റെ കാര്യം പറയുമ്പോഴും എപ്പോഴും നമ്മൾ ഹാസോ ഹാവോ ആയിരിക്കും യൂസ് ചെയ്തത്. ഈ പാസ്റ്റ് ടെൻസ് പറയുവാണെങ്കിലോ, ഇപ്പൊ രുക്മിണിക്ക് വാദത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു. രുക്മിണി ഹാഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് മാറിക്കാണും, അല്ലെ രുക്മിണി തട്ടി പോയി കാണും, നമുക്കറിയത്തില്ല. ഏത് രുക്മിണി ഹാഡ് ആർത്രൈറ്റിസ്. കേട്ടോ, അത്രേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ ഒരു പ്രവൃത്തിയിലോട്ട് കയറാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 4 കേസുകളും എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ്, ഉടമസ്ഥത, അല്ലെങ്കിൽ ബന്ധം, റിലേഷൻഷിപ്പ് കാണിക്കാൻ, ഒരു അസുഖത്തെ പറ്റി പറയാനായിട്ട്, അത് മാത്രമല്ല ഒരു പ്രത്യേക ഫീച്ചറിനെ പറ്റി പറയാനായിട്ട്, ഇതിന്റെ ഒന്നും കൂടെ നമ്മൾ ING ഫോം യൂസ് ചെയ്തില്ല. ഇപ്പൊ രുക്മിണി ഹാസ് ആർത്രൈറ്റിസ്, രുക്മിണി ഈസ് ഹാവിംഗ് എന്ന് നമ്മൾ പറഞ്ഞില്ല. കാരണം ഇവിടെയൊന്നും ഒരു ആക്ഷൻ നടക്കുന്നില്ല. ഇപ്പൊ സരസു ഹാസ് എ കാർ, അതിന്റെ എന്ത് ആക്ഷൻ ഉള്ളത്? എന്റെ ആക്ഷൻ ഒന്നും സരസുവിന്റെ കാറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നില്ല. ഇനി പ്രവൃത്തി നടക്കുന്ന കേസുകളാണ് നമ്മൾ എപ്പോഴും ING ഫോം യൂസ് ചെയ്യുന്നത്, ഹാവിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങനത്തെ കേസുകളെ പറ്റി നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് അടുത്ത യൂസ് പഠിക്കാം. അടുത്ത യൂസ് എന്താണ്? ING ഫോമിൽ യൂസ് ചെയ്യുക. ING ഫോമിലാണ് ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ING ഫോം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഹാസിംഗ് ഇല്ല, ഹാവിംഗേ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് പറയുമ്പോൾ ആഹാരം കഴിക്കുന്ന കാര്യം ആദ്യം നമുക്ക് ആഹാരം കഴിക്കാനായിട്ട് നമ്മളെപ്പോഴും ആഹാരം കഴിച്ചു, അല്ലെങ്കിൽ കഴിക്കുവാണ്, അല്ലെങ്കിൽ കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയാനായിട്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് ഹാസും ഹാവും ഹാഡും ഒക്കെ തന്നെയാണ്. നമ്മൾ ആദ്യ സെൻസ് നോക്കിയോ? സിമ്പിൾ അല്ലേ? ത്രിവിക്രമൻ യൂഷ്വലി ഹാസ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 o'clock. കണ്ടോ, ത്രിവിക്രമൻ യൂഷ്വലി ഹാസ്. എന്തുകൊണ്ടാ ഹാസ് വന്നേ? ത്രിവിക്രമൻ സിംഗുലർ ആണ്. ത്രിവിക്രമൻ യൂഷ്വലി ഹാസ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 o'clock. അപ്പൊ സാധാരണ ത്രിവിക്രമൻ ആഹാരം കഴിക്കുന്ന എപ്പോഴാണ്? രാവിലത്തെ 8 മണിക്കാണ് പറഞ്ഞിട്ട്. ഇനി അടുത്ത് നോക്കിയോ? സരസു ഈസ് ഹാവിംഗ് എ പിസ്സ നൗ. സരസു ഈസ് ഹാവിംഗ് എ പിസ്സ നൗ. അപ്പൊ സരസു ഒരു പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആക്ഷൻ ഉണ്ട്, അതുകൊണ്ട് അവിടെ ഹാവിംഗ് വന്നു. ആക്ഷൻ എന്താണ്? കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഏത് ഇനിയിപ്പം അടുത്ത സെൻസ് നോക്കിയോ? We just had an omelette. We just had an omelette എന്ന് പറഞ്ഞാൽ എന്തൊരു മീനിങ്? പാസ്റ്റ് ടെൻസ് പറയാണ്, നമ്മൾ ഇന്ന് ആകെ ഒരു മുട്ട പൊരിച്ചത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. We just had an omelette. കേട്ടോ, സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് അടുത്ത യൂസ് കഴിക്കാം. അടുത്ത യൂസ് ഇതാണ്, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നമ്മൾ എപ്പോഴും ഹാസോ ഹാവോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം ഒരു ആക്ടിവിറ്റി പറയും, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. I am having a shower now. I am having a shower now. കണ്ടോ, ഞാൻ കുളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ അവൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. She is having a shower now. She is having a shower now. ഷവർ എന്നോ ബാത്ത് എന്നോ എന്തുവേണമെങ്കിലും പറയാം. She is having a bath now. രണ്ടും ശരി തന്നെയാണ്. അവൾ കുളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. ഏത്? ഇപ്പൊ ആക്ടിവിറ്റി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെന്ന് പറയുമ്പോഴും അപ്പൊ നമുക്ക് എപ്പോഴും ഹാവോ ഹാസോ ഹാവിങ്ങോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കൂ, നമ്മൾ എക്സ്പീരിയൻസ് പറയാനായിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. See, we are having a nice time here. കണ്ടോ,
വി ആർ ഹാവിങ് എ നൈസ് ടൈം ഹിയർ. ഞങ്ങൾക്ക് ഇവിടെ വളരെ നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അടിപൊളി സമയമാണ് ഇതെന്നുള്ള പറയും നമ്മളല്ലേ. വി ആർ ഹാവിങ് എ നൈസ് ടൈം ഹിയർ. സി whenever we go there we have a nice time. Whenever we go there we have a nice time. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ എപ്പോഴൊക്കെ പോയാലും ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടാറുള്ളത്. Whenever we go there we have a nice time. കണ്ടോ? ഇനിയിപ്പോൾ നമ്മളൊരു ചോദ്യമായിട്ട് ചോദിക്കാന്ന് വെച്ചു. ഇനിയിപ്പോൾ ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഹാവ് വെച്ചിട്ട് വരുന്നത് ഡിഡ് യു ഹാവ് എ നൈസ് ടൈം ഇൻ ലണ്ടൻ? ഡിഡ് യു ഹാവ് എ നൈസ് ടൈം ഇൻ ലണ്ടൻ? കേട്ടോ? അപ്പോൾ നമ്മൾ ലണ്ടനിൽ പോയേക്കുമായിരുന്നു, അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ചോദിക്കുകയാണ്. ഡിഡ് യു ഹാവ് എ നൈസ് ടൈം ഇൻ ലണ്ടൻ? അവിടെ അടിപൊളിയായിരുന്നു നമ്മൾ ചോദിക്കുകയാണ്. റിവേഴ്സ് സെൻസ് ചോദിക്കും. അത് നമ്മുടെ ആ എക്സ്പീരിയൻസ്, പിള്ളച്ചൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വെച്ചു. പിള്ളച്ചൻ ഹാഡ് സച്ച് എ ഫാന്റാസ്റ്റിക് ടൈം ഇൻ ബാംഗ്ലൂർ. പിള്ളച്ചൻ ഹാഡ് സച്ച് എ ഫാന്റാസ്റ്റിക് ടൈം ഇൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ പിള്ളച്ചൻ ബാംഗ്ലൂരിലായിരുന്നപ്പോൾ അടിപൊളിയായിരുന്നത് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ അത് കിടുവായിരുന്നത് നമ്മൾ പറഞ്ഞില്ലേ. പിള്ളച്ചൻ ഹാഡ് സച്ച് എ ഫാന്റാസ്റ്റിക് ടൈം ഇൻ ബാംഗ്ലൂർ. അപ്പോൾ പിള്ളച്ചൻ ബാംഗ്ലൂരിലെ ജീവിതം ശരിക്കും എൻജോയ് ചെയ്ത് കാണും. ആ ഒരു എക്സ്പീരിയൻസ് കാണിക്കാനായിട്ടാണ് നമ്മൾ. ഇനി നമുക്ക് അടുത്ത യൂസേജ് പഠിക്കാം. അടുത്ത യൂസേജ് ആണ് ഒരാൾ പ്രഗ്നന്റ് ആണ്, അല്ലെങ്കിൽ പ്രസവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് എന്നൊക്കെ പറയാനായിട്ടുള്ള യൂസേജ് എപ്പോഴും നമ്മൾ ഹാവോ ഹാസോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ അല്ലേ എൻ്റെ പിള്ളേച്ച? ഇതായിട്ട് വിളിച്ചു. രുക്മിണി ഈസ് ഹാവിങ് എ ബേബി നൗ. രുക്മിണി ഈസ് ഹാവിങ് എ ബേബി നൗ എന്ന് പറയാൻ രുക്മിണി ഒരു കൊച്ചിനെ തിന്നോണ്ടിരിക്കാന്നല്ല. ഏത്? രുക്മിണി ഈസ് പ്രഗ്നന്റ് എന്നാണ് അതിന്റെ മീനിങ്. എന്ന് പറയാൻ രുക്മിണി ഗർഭിണിയാണ് എന്നുള്ള മീനിങ്ങാണ്. രുക്മിണി ഈസ് ഹാവിങ് എ ബേബി നൗ. ഈ സെൻസ് നോക്കിയേ. Rukmini had twins yesterday. Rukmini had twins yesterday. എന്ന് പറഞ്ഞാൽ എന്തുവാ? രുക്മിണി ഇന്നലെ 2 ഇരട്ട കുട്ടികളെ കഴിച്ചെന്നല്ല, ഇന്നലെ രുക്മിണി 2 ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി എന്നാണ്. ഏത്? രുക്മിണി പ്രസവിച്ചു. എന്ത്? ഇരട്ട കുട്ടികളെ പ്രസവിച്ചു. Rukmini had twins yesterday. പ്രസവത്തിന്റെ കാര്യം പറയാനായിട്ട് നമ്മൾ ഹാവിങ്ങോ ഹാരോ ഹാവോ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ അടുത്തൊരു യൂസ് നമ്മൾ പഠിക്കാം. ഹാസിന്റെയും ഹാവിന്റെയും ഹാഡിന്റെയും എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം കൂടെ ടു വരുന്ന കേസിൽ ഇത്രയുമേ ഉള്ളൂ. ഒരു പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ടാണ് നമ്മൾ ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു ഹാഡ് ടു ഒക്കെ നമ്മൾ യൂസ് ചെയ്തത്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഐ ഹാവ് ടു വോക്ക്. ഐ ഹാവ് ടു വോക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ? എനിക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. സരസു ഹാസ് ടു ഡ്രൈവ് ദ കാർ എന്ന് പറഞ്ഞാൽ സരസുവിന് കാർ ഓടിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സരസു കാർ ഓടിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. പിള്ളച്ചൻ ഹാഡ് ടു ഡ്രൈവ് ദ കാർ ഈവൻ ദോ ഹി വാസ് ഡ്രങ്ക്. പിള്ളച്ചൻ ഹാഡ് ടു ഡ്രൈവ് ദ കാർ ഈവൻ ദോ ഹി വാസ് ഡ്രങ്ക്. അപ്പൊ പിള്ളച്ചൻ അടിച്ച് തിരിഞ്ഞിരിക്കുവായിരുന്നുണ്ടെങ്കിലും പക്ഷെ കാർ ഓടിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കാർ ഓടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കാർ ഓടിച്ചേ പറ്റത്തുള്ളായിരുന്നു പിള്ളച്ചന്. ഏത്? പിള്ളച്ചൻ ഹാഡ് ടു ഡ്രൈവ് ദ കാർ ഈവൻ ദോ ഹി വാസ് ഡ്രങ്ക്. പിള്ളേച്ചൻ അടിച്ച് പോകണം തിരിഞ്ഞാൽ കാർ ഓടിച്ച് പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഒരു ആക്ടിവിറ്റി, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കമ്പൾഷൻ കാണിക്കാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു ആണ്. വേറെ സെൻസ് ചോദിക്കും. ഹി ഹാസ് ടു സ്റ്റഡി വെൽ എന്ന് പറഞ്ഞാൽ അവന് നല്ലതായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐ ഹാവ് ടു ഡാൻസ് ടുമോറോ. അപ്പോൾ നാളെ എനിക്ക് ഡാൻസ് കളിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് ഡാൻസ് കളിക്കണം എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. ഐ ഹാവ് ടു ഡാൻസ് ടുമോറോ. കണ്ടു? അപ്പോൾ ഹാവ് ടു കഴിഞ്ഞാൽ എപ്പോഴും ബേസ് ഫോമേ വരത്തുള്ളൂ. നമ്മൾ എപ്പോഴും ആലോചിച്ചോണം ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ED ഫോമോ ING ഫോമോ ഒന്നും വരത്തില്ല. ഐ ഹാവ് ടു വോക്ക്. ഷീ ഹാസ് ടു സ്വിം. ഇപ്പം ഷീ ഹാസ് ടു സ്വിമ്മിങ് എന്നൊന്നും പറയത്തില്ല, അത് തെറ്റാ. ഏത്? അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ യൂസേജ്. പിള്ളേച്ചാ ഇനിയാണ് നമ്മൾ യഥാർത്ഥ കൊനഷ്ട് പഠിക്കാൻ പോകുന്നത്. ആ കൊനഷ്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും എങ്ങനെ നമുക്ക് ഹാസ് ഹാവ് ഹാഡ് യൂസ് ചെയ്യാം. വളരെ സിമ്പിൾ അല്ലേ പിള്ളേച്ചാ? ഒരുപാട് പേർക്ക് ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് ആ കൺഫ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. അതിനല്ലേ നമ്പൂശാ ഈ പിള്ളേച്ചിനോടുള്ളേ. ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. അത് ഇത്രയുമേ ഉള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസോ ആണെങ്കിൽ അത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് പ്ലസ് V3 മീൻസ് വെർബിന്റെ മൂന്നാമത്തെ ഭാഗം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദാറ്റ് വെർബ് എന്ന് നമ്മൾ പറയും. ഇപ്പൊ നമ്മൾ ഏതൊരു വെർബ് എടുത്താലും അതിന് 3 ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഫ്ലൈ V1 ആണ്, വെർബിന്റെ ഒന്നാമത്തെ ഇതാണ്. രണ്ടാമത്തെ ആകുമ്പോൾ എന്തായി? ഫ്ലൂ. മൂന്നാമത്തെ ഫ്ലോൺ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. അതേസമയം ഇപ്പോൾ ആഹാരം കുക്ക് എന്നുള്ളതാണ്. കുക്ക് ആണെങ്കിൽ ED ഫോം അങ്ങ് വരത്തേ ഉള്ളൂ. കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ്. കണ്ടോ? അടുത്ത 2 പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും രണ്ടും കുക്ക്ഡ് തന്നെയാണ്. കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ്. അപ്പോൾ ഇതിനൊരു കാര്യം അറിയണം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള യൂസേജുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും വെർബിന്റെ മൂന്നാമത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് അറിഞ്ഞേ പറ്റത്തുള്ളൂ. അതിന് നിങ്ങൾ ചെയ്യാൻ ഇത്രേ ഉള്ളൂ.
നമ്മൾ എന്തെങ്കിലും സെൻസ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ സ്വന്തമായിട്ട് എഴുതിയൊക്കെ നോക്കും, നെറ്റിലൊക്കെ പോയി നോക്കുക ഏതാണ് അതിന്റെ മൂന്നാമത്തെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഏതാണെന്ന് നമ്മൾ നോക്കി അങ്ങനെ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ, അല്ല നമുക്ക് യാതൊരു വഴിയുമില്ല. പക്ഷെ നിങ്ങൾക്ക് കുറേയൊക്കെ അറിയായിരിക്കും ആക്ച്വലി. പിന്നെ ഒരുപാട് റെഗുലറായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ എല്ലാം ആക്ച്വലി റെഗുലർ വെർബ്സ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഈസിയാണ് വരുന്നത്. ഇപ്പം കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ്, വാച്ച്, വാച്ച്ഡ്, വാച്ച്ഡ്, രണ്ട് ഭാഗം അങ്ങനെ വരത്തുള്ളൂ. ഇപ്പോൾ പാസ്റ്റ് ആയാലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയാലും വാച്ച്ഡ് എന്ന് തന്നെ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളത്. പക്ഷെ ചില വാക്കുകളൊക്കെയാണ്, ഇപ്പൊ ഗോയിങ്, ഗോസും അതിന്റെ വെന്റ് ആണ്. ഇപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകുമ്പോൾ അത് ഗോൺ ആയി അല്ലെങ്കിൽ ബീനായി, അങ്ങനെയുള്ള ഒരു വ്യത്യാസം വരും. അപ്പോൾ അത് നമ്മൾ അത് പഠിക്കണം. അത് നെറ്റ് നോക്കി തന്നെ, നെറ്റ് നോക്കി നിങ്ങൾ പുസ്തകം നോക്കിയോ ഇപ്പോൾ വെർബിന്റെ മൂന്നാമത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതൊക്കെയാണ് കുറേ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് അത് പറ്റുള്ളൂ. എന്നാൽ ഇനി നമുക്ക് സെൻസ് തുടരാം. ഈ പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ഒക്കെ ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ആദ്യം അറിയണം. ഇത് 3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന്, പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ പക്ഷെ അതിന്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ എന്തോ ഒരു ആക്ഷൻ നടന്നു, അതിന്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഹാസ് ഹാവ് വെച്ചായിരിക്കും യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു ആക്ഷന്റെ പ്രാധാന്യം കാണിക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ എന്തോ ഒരു പ്രവൃത്തി ചെയ്തു, അതിന്റെ പ്രാധാന്യം എത്ര പ്രാധാന്യം ഉണ്ട് അതിൽ നിന്ന് കാണിക്കാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റോ പാസ്റ്റ് പെർഫെക്റ്റോ ആയിരിക്കും. ഇനി മൂന്നാമത്തെ, ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് പാസ്റ്റൻസിലോട്ട് പോവുകയല്ല, ആ ആക്ഷൻ ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, ആ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ എപ്പോഴും ഹാസോ ഹാവോ ഹാരോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ കേസുകളാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എന്നും പാസ്റ്റ് പെർഫെക്റ്റ് എന്നും നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഓരോരോ സെന്റൻസിലോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇപ്പൊ ആദ്യത്തെ പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ പക്ഷെ അതിന്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. ഈ സെൻസ് ഒന്ന് നോക്കൂ. സരസു ഹാസ് ബ്രോക്കൺ ഹെർ ലെഗ്. സരസു ഹാസ് ബ്രോക്കൺ ഹെർ ലെഗ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ ഫോം. അപ്പോൾ ഈ സെൻസ് നോക്കി, സരസു ഹാസ്, ഹാസ് വന്നു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഫോം ബ്രോക്കൺ, ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ബ്രോക്കൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ആ സെൻസ് എങ്ങനെ വന്നു? സരസു ഹാസ് ബ്രോക്കൺ ഹെർ ലെഗ് എന്ന് പറഞ്ഞാൽ സരസുവിന്റെ കാലം ഒടിച്ചിട്ടുണ്ട് എന്നുള്ള മീനിങ് ആണ്. അപ്പൊ സരസുവിന്റെ കാലം ഓൾറെഡി ഒടിഞ്ഞിരിക്കുകയാണ്. ഒടിഞ്ഞാ ഇന്നലെ ആയിരിക്കും, പക്ഷെ ഇപ്പോഴും ഒടിഞ്ഞാനിരിക്കുകയല്ലേ. കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. പാസ്റ്റ് നടന്ന ഒരു ആക്ഷൻ പക്ഷെ അതിന്റെ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. സരസു ഹാസ് ബ്രോക്കൺ ഹെർ ലെഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവിടെ കാലൊടിഞ്ഞാനിരിക്കുക, പക്ഷെ കാലൊടിഞ്ഞ് ഇന്നലെ ആയിരിക്കാം, ആ ഇഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ അടുത്തൊരു സെൻസ് നോക്കൂ. The girls have played tennis at this club since 2005. The girls have played tennis at this club since 2005. എന്ന് പറഞ്ഞാൽ 2015 തൊട്ട് ആ പിള്ളേരെ ഇവിടെ ആ പെൺപിള്ളേർ ഇവിടെ ടെന്നീസ് ഈ ക്ലബിൽ കളിക്കുന്നുണ്ട്. കണ്ടോ, കളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു സംശയം വരും, 2015 തൊട്ട് അതൊരു കണ്ടിന്യൂസ് ആക്ഷൻ അല്ലേ, ആക്ച്വലി കുറെ നാളായിട്ട് നടക്കുന്നതല്ലേ, അപ്പൊ അവിടെ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ അല്ലേ വരണ്ടേ എന്നൊരു സംശയം നിങ്ങൾക്ക് വരുന്നുണ്ടോ? മറ്റേത് ഒറ്റ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു സംശയം വരേണ്ടതാണ്. എന്നാലല്ല വിളിച്ച അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയ്ക്ക് തന്നെ പറയുന്നതായിരിക്കും. നിങ്ങൾ ആ സംശയം നമ്മൾ മാറ്റി തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആക്ഷൻ എന്താണ്? ദി ഗേൾസ് ഹാവ് പ്ലേഡ് ടെന്നീസ് അറ്റ് ദിസ് ക്ലബ് സിൻസ് 2005. 2005 തൊട്ട് അവർ ഈ ക്ലബിൽ ടെന്നീസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അവർ എന്ന് കളിച്ചുകൊണ്ടിരിക്കുകയെന്നല്ല, ഇടയ്ക്കൊക്കെ കളിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അപ്പോൾ അത് കംപ്ലീറ്റ് ആക്ഷൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കളിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നാളെ വന്നവർ കളിക്കുമായിരിക്കും, ചിലപ്പോൾ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് അവർ എടുത്തുള്ളൂ. എന്നാലും ആക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പം ദി ഗേൾസ് ഹാവ് പ്ലേഡ്, പിന്നെ ദ ഗേൾസ് ഹാവ് ബീൻ പ്ലേയിങ്, ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയുന്നതായിരിക്കും. നമ്മൾ ഇത് മാത്രം ആലോചിച്ചേക്കാം. ഇനി അടുത്ത ഒരാക്ഷന്റെ പ്രാധാന്യം കാണിക്കാനായിട്ട്, ഒരാക്ഷന്റെ പ്രാധാന്യം കാണിക്കും. ഇപ്പൊ ഇതെങ്ങനെ നോക്കും, ഐ ഹാവ് ലിവ്ഡ് ദെയർ ഫോർ 10 years. ഐ ഹാവ് ലിവ്ഡ് ദെയർ ഫോർ 10 years. ഞാൻ 10 വർഷത്തോളം അവിടെ താമസിച്ചിട്ടുണ്ട്. കേട്ടോ, ഞാൻ അവിടെ താമസിച്ചു എന്നുള്ള ഹൈലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഹാവ് യൂസ് ചെയ്തത്. ഐ ഹാവ് ലിവ്ഡ് ദെയർ ഫോർ 10 years. മനസ്സിലായി? ഇപ്പൊ മനസ്സിലായി? ഇപ്പം ഞാനൊരു പാമ്പിനെ തല്ലി കൊന്നിട്ടുണ്ട്. ഐ ഹാവ് കിൽഡ് എ സ്നേക്ക്. ഐ ഹാവ് കിൽഡ് എ സ്നേക്ക്. കണ്ടോ, അപ്പൊ ആ തല്ലി കൊന്നിട്ടുണ്ട്, ആ പാമ്പിനെ തല്ലിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നിനക്കിപ്പോ തല്ലിക്കൊണ്ട, അപ്പൊ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റി എന്നൊക്കെ ഉള്ള ഒരു ഇത് കൊണ്ടുവരാനായിട്ട് നമ്മൾ പറയുകയാണ്. ഐ ഹാവ് കിൽഡ് എ സ്നേക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു പാമ്പിനെ കൊന്നിട്ടുണ്ട്. അപ്പൊ കൊന്നിട്ടുണ്ടെന്നുള്ളതിന്റെ ഹൈലൈറ്റ് കാണിക്കാനായിട്ടാണ് അവിടെ നമ്മൾ ഹാവ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയാന്ന് വെച്ചോ, ഐ കിൽഡ് എ സ്നേക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു പാമ്പിനെ കൊന്നു, അത്രേ ഉള്ളൂ. കൊന്നിട്ടുണ്ട് എന്നുള്ള മീനിങ് അവിടെ വരുന്നത്. ഞാനൊരു പാമ്പിനെ കൊന്നു, ഐ കിൽഡ് എ സ്നേക്ക്. ഞാനൊരു പാമ്പിനെ കൊന്നിട്ടുണ്ട്, ഐ ഹാവ് കിൽഡ് എ സ്നേക്ക്. അപ്പൊ ആ പ്രവൃത്തിയുടെ ഇമ്പോർട്ടൻസിനെ കാണിക്കാനായിട്ടാണ് നമ്മളിവിടെ ഹാവ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് അടുത്ത ദിവസം എന്താ പറഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞ ഒരു ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, ആ ആക്ഷൻ ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞോളൂ. ഇപ്പൊ നിങ്ങളൊരു കാര്യം, ഇപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് ആയാലും ആക്ഷൻ ആക്ച്വലി കഴിഞ്ഞു, പ്രവൃത്തി നടന്നു കഴിഞ്ഞു. പക്ഷെ ആ സമയത്തിന് ഡ്യൂറേഷനുള്ള വ്യത്യാസമാണ് വരുന്നത്.
ഇനി ഇതാണ് നോക്കിയോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ജസ്റ്റ് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ പറ്റി പറയാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഹാസോ ഹാവോ ഒക്കെ തന്നെ ആയിരിക്കും. ഈ സെൻസ് നോക്കിയോ. മാധവൻ ഹാസ് മെയ്ഡ് സെവറൽ കോൾസ്. മാധവൻ ഹാസ് മെയ്ഡ് സെവറൽ കോൾസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മാധവൻ ഇപ്പോൾ വിളിച്ചോണ്ടിരിക്കുവല്ല ആക്ച്വലി, പക്ഷെ മാധവൻ ഒരുപാട് കോൾ വിളിച്ചു. തൊട്ട് മുന്നേ വരെ വിളിക്കുമായിരിക്കും, തൊട്ട് മുന്നേ വരെ മാധവൻ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആക്ഷൻ നമ്മൾ തൊട്ട് മുന്നേ കഴിഞ്ഞുള്ളൂ എന്നുള്ളൊരു സെൻസ് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ മാധവൻ ഹാസ് മെയ്ഡ് സെവറൽ കോൾസ് എന്ന് പറയുന്നത്. ജസ്റ്റ് കഴിഞ്ഞൊരു ആക്ഷനാണ്. ഇനി സെൻസ് നോക്കും. ഷീ ഹാസ് ഗോൺ ഔട്ട്. ഷീ ഹാസ് ഗോൺ ഔട്ട്. കണ്ടോ ഗോൺ, ഗോയെ ഗോസ് വെന്റ് ഗോണ്, ഗോൺ അല്ലേ ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമ്മൾ ഷീ ഹാസ് ഗോൺ ഔട്ട്. അതും ഷീ വെന്റ് ഔട്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഷീ വെന്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ ആക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഏത് അവൾ ഇപ്പോൾ പോയിട്ട് തിരിച്ച് വന്നും കാണും. അതേസമയം ഷീ ഹാസ് ഗോൺ ഔട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ അവൾ പുറത്തോട്ട് പോയിരിക്കുകയാണ്. പക്ഷെ അവൾ എവിടെയാണോ പോയേക്കുന്നത്, ഇപ്പൊ ഇങ്ങനെ വരും ഷീ ഹാസ് ഗോൺ ഔട്ട് എന്ന് പറഞ്ഞാൽ അവൾ പുറത്തു പോയി. അവൾ പുറത്തു പോയിട്ട് തിരിച്ചു വന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അവൾ പുറത്ത് പോയേക്കുകയാണെന്ന് അറിയത്തുള്ളൂ. അപ്പൊ ആ ജസ്റ്റ് കഴിഞ്ഞ ആക്ഷനെ പറ്റി മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഷീ ഹാസ് ഗോൺ ഔട്ട് എന്ന് പറഞ്ഞത്. ഷീ ഹാസ് ഗോൺ ഔട്ട്. ഇപ്പോ പിള്ളച്ചൻ ഹാസ് റീച്ച്ഡ് ദി എയർപോർട്ട്. പിള്ളച്ചൻ ഹാസ് റീച്ച്ഡ് ദി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പിള്ളച്ചൻ ആ എയർപോർട്ടിലോട്ട് അങ്ങോട്ട് ചെന്നു എന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റ് അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ. ആ ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞ ആക്ഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഹാസ് ഇട്ട് കൊടുക്കുന്നത്. പിള്ളച്ചൻ ഹാസ് റീച്ച്ഡ് ദി എയർപോർട്ട്. അപ്പൊ ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞ് ആ ഒരു ആക്ഷൻ കാണിക്കാനായിട്ട്. അപ്പോൾ they have gone to the US. They have gone to the US. ആ സെൻസ് നോക്കിയത്. They have gone to the US എന്ന് പറഞ്ഞാൽ അവർ US-ലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുകയാണ്. അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്? അവർ US ചെന്നോ അതൊന്നും നമുക്കറിയത്തില്ല. ഇവിടുന്ന് പോയിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഇവിടുന്ന് പോകുക എന്നുള്ള ഒരു ആക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ കംപ്ലീറ്റ് US ചെന്നോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഡൽഹി വരെ ആയി കാണത്തേ ഉള്ളൂ. അത് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് they have gone to the US. മനസ്സിലായി? ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാഡ് വെച്ചിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പൊ ഹാഡ് വെച്ച് നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റ് ഒരു കാര്യം അറിയണം. രണ്ട് ആക്ഷൻ നടന്നു അല്ലെങ്കിൽ രണ്ട് ആക്ഷൻ നടന്നു എന്നൊരു സെൻസ് ഉള്ളിടത്താണ് നമ്മൾ എപ്പോഴും ഹാഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഹാഡ് വെച്ച് പറയുമ്പോൾ രണ്ട് ആക്ഷൻ അവിടെ കാണും, രണ്ട് പാസ്റ്റ് ആക്ഷൻ അവിടെ കാണും. നമ്മൾ ഈ സെൻസിലോട്ടൊന്ന് നോക്കും. രുക്മിണി ഹാഡ് കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് വെൻ വി ഗോട്ട് അപ്പ്. രുക്മിണി ഹാഡ് കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് വെൻ വി ഗോട്ട് അപ്പ്. കണ്ടോ, രുക്മിണി ഹാഡ് കുക്ക്ഡ് എന്ന് പറഞ്ഞാൽ രുക്മിണി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എഴുന്നേറ്റപ്പോഴത്തേക്കും. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റു എന്നുള്ളതാണ് രണ്ടാമത്തെ ആക്ഷൻ. ആദ്യത്തെ ആക്ഷൻ എന്താ? രുക്മിണി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു എന്നുള്ള മീനിങ് ആണ്. രുക്മിണി ഹാഡ് കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് വെൻ മാധവൻ ഗോട്ട് അപ്പ് അല്ലെങ്കിൽ വെൻ വി ഗോട്ട് അപ്പ്. അത്രേ. ഇനിയാണ് ആ ശരിക്കുള്ള വ്യത്യാസം നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. ഈ 5 സെന്റൻസ് അങ്ങോട്ട് നോക്കി. ഈ 5 സെന്റൻസിന്റെ മീനിങ് എന്താണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് തമ്മിലൊക്കെയുള്ള വ്യത്യാസം, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് മനസ്സിലാക്കാനായിട്ട് ഈ 5 സെന്റൻസിൽ നോക്കിയാൽ മതി. വിളിച്ചാൽ എല്ലാ സംശയവും മാറി കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് 5 സെന്റൻസസ്. ഡബിച്ചു നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ്. 5 സെന്റൻസ് ഞാൻ പറയാം, നോക്കിയോ. ഒന്നാമത്തെ, I lived there for 10 years. I lived there for 10 years. രണ്ടാമത്തെ സെന്റൻസ് അത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു. I lived there for 10 years. ഇനി പ്രസന്റ് പെർഫെക്റ്റ് പറയാം. I have lived there for 10 years. I have lived there for 10 years. ഇനി അടുത്ത് പറയാം. നമ്മൾ ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുക. I have been living there for 10 years. I have been living there for 10 years. ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് പറയാം. I had lived there for 10 years. I had lived there for 10 years. ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയാം. ഏത്? I had been living there for 10 years. I had been living there for 10 years. ഇനി ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ അങ്ങോട്ട് കേട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ എല്ലാ സംശയവും അങ്ങോട്ട് മാറുന്നത്. ഇതാ വിളിച്ചു. ഒന്നാമത്തെ നമ്മൾ സിമ്പിൾ ഫ്രാൻസ് പറഞ്ഞു. I lived there for 10 years. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ അവിടെ 10 വർഷം താമസിച്ചു. അതാണ് അതിന്റെ മീനിങ്. I lived there for 10 years. ഞാൻ 10 വർഷം അവിടെ താമസിച്ചു. അടുത്ത സെൻസ്, I have lived there for 10 years. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ആ ആക്ഷന്റെ പ്രാധാന്യം കാണിക്കാനായിട്ടാണ് നമ്മൾ അവിടെ ഹാവ് യൂസ് ചെയ്തിരിക്കുന്നത്. I have lived there for 10 years. ഞാൻ 10 വർഷം അവിടെ താമസിച്ചിട്ടുണ്ട്. ആ ട്ടുണ്ട് എന്ന് പറയാനായിട്ടാണ് നമ്മൾ അതവിടെ യൂസ് ചെയ്തത്. I have lived there for 10 years. ഞാൻ 10 വർഷം താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ 10 വർഷത്തോളം താമസിച്ചു എന്ന ആക്ഷന്റെ പ്രാധാന്യം കാണിക്കാനായിട്ടാണ് നമ്മളവിടെ ആ പ്രസന്റ് പെർഫെക്റ്റിൽ പറഞ്ഞത്. അടുത്ത സെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞ I have been living there for 10 years എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ 10 വർഷമായി താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് എന്റെ മീനിങ്. ഞാൻ അവിടെ 10 വർഷമായി താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ്.
ഐ ഹാഡ് ലിവ്ഡ് ദെയർ ഫോർ 10 years എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്നേ ഉള്ളൂ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു ആക്ഷൻ ആണ് എന്നൊരു സെൻസ് ആണ് അവിടെ വരുന്നത്. ഐ ഹാഡ് ലിവ്ഡ് ദെയർ ഫോർ 10 years when I got married എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ കുറേ നാളുകൾക്ക് മുന്നേ 10 വർഷത്തോളം ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്റ്റന്റ് പാസ്റ്റ് കാണിക്കാനായിട്ടാണ്. ഡിസ്റ്റന്റ് പാസ്റ്റ് കാണിക്കാൻ ഇന്ന് ഒരുപാട് നാൾക്ക് മുന്നേ നടന്നൊരു ആക്ഷൻ കാണിക്കാനായിട്ടാണ് അവിടെ അന്നേരം സിമ്പിൾ ഹാഡ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഐ ഹാഡ് ലിവ്ഡ് ദെയർ ഫോർ 10 years, ഞാൻ അവിടെ 10 വർഷത്തോളം താമസിച്ചിട്ടുണ്ട് എന്നല്ല, ഞാൻ അവിടെ 10 വർഷത്തോളം താമസിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അവിടെ ഹാഡ് വന്നത്. ഞാൻ 10 വർഷത്തോളം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രണ്ട് സെൻസ് നോക്കി. ഐ ഹാവ് ലിവ്ഡ് ദെയർ ഫോർ 10 years എന്ന് പറഞ്ഞാൽ ഞാൻ 10 വർഷം അവിടെ താമസിച്ചിട്ടുണ്ട്. ഐ ഹാഡ് ലിവ്ഡ് ദെയർ ഫോർ 10 years ആയപ്പോൾ ഞാൻ അവിടെ 10 വർഷത്തോളം താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ മലയാളത്തിൽ നമ്മൾ ആ പറയുന്ന ആ വ്യത്യാസമാണ് ഇംഗ്ലീഷിൽ ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അടുത്ത സെൻസ് നോക്കി. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുകയാണെങ്കിൽ ഐ ഹാഡ് ബീൻ ലിവിംഗ് ദെയർ ഫോർ 10 years. അപ്പോൾ അവിടെ രണ്ടാമത്തെ ആക്ഷൻ എന്തോ ഒരു ആക്ഷൻ ഉണ്ട്, നമ്മളത് പറയുന്നതേ ഉള്ളൂ. ഐ ഹാഡ് ബീൻ ലിവിംഗ് ദെയർ ഫോർ 10 years, ഞാൻ 10 വർഷത്തോളമായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ. when I got married, കേട്ടോ, ഐ ഹാഡ് ബീൻ ലിവിംഗ് ദെയർ ഫോർ 10 years when I got married. എന്റെ കല്യാണം കഴിഞ്ഞ സമയമായപ്പോഴത്തേക്ക് ഞാൻ 10 വർഷത്തോളമായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ വ്യത്യാസം എന്തൊക്കെയാണ്? ഐ ലിവ്ഡ് ദെയർ ഫോർ 10 years, ഞാൻ 10 വർഷം അവിടെ താമസിച്ചു. ഐ ഹാവ് ലിവ്ഡ് ദെയർ ഫോർ 10 years, ഞാൻ 10 വർഷത്തോളം അവിടെ താമസിച്ചിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ലിവിംഗ് ദെയർ ഫോർ 10 years, ഞാൻ 10 വർഷമായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാഡ് ലിവ്ഡ് ദെയർ ഫോർ 10 years, ഞാൻ 10 വർഷത്തോളം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ബീൻ ലിവിംഗ് ദെയർ ഫോർ 10 years, ഞാൻ അവിടെ 10 വർഷമായി താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ആ വ്യത്യാസം എല്ലാം മനസ്സിലായില്ല എന്റെ പിള്ളച്ച? അതാണ് കളി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ മെനക്കെടുത്താണ് എൻ്റെ വീഡിയോ. ഞാൻ അത്യാവശ്യം ഉയർത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തീർത്ത് തരുന്നതായിരിക്കും. ധൈര്യമായിട്ട് ചോദിച്ചേക്കുക. നിങ്ങൾ വീഡിയോ നല്ലോണം കാണുക, ഇതൊക്കെ എഴുതിയെടുക്കുക. നിങ്ങൾ കുറേ പാർട്സ് തേർഡ് ഫോം ഓഫ് ദി വേർബൊക്കെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കൂട്ടുകാരനെങ്കിലും ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കണം, അവർക്കും പ്രയോജനപ്പെടട്ടെ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലും ഒക്കെ ഫോളോ ചെയ്യാം. വേറെ ഒന്നും പറയാനില്ല, അത്രയേ ഉള്ളൂ. That's it guys. Peace out.